പുലിക്കളി ആവേശത്തിലേക്ക് തൃശ്ശൂർ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പുലികൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്, സമഗ്രമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനിലൂടെ കാണുന്നത്. അയ്യന്തോൾ ദേശത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും മടങ്ങിപ്പോകാം. ലക്ഷ്മിയും സഹിനും അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ലക്ഷ്മി, സഹിൻ, ആ പുലിവണ്ടി, ആ മത്സ്യത്തിന്റെ രൂപമുള്ള പുലിവണ്ടി ഇതാ മുന്നോട്ട് നീങ്ങുന്നതായി കാണാം. എവിടെ എത്തി? തീർച്ചയായിട്ടും നമ്മളെ ഇപ്പോ ഉടൻ തന്നെ നഗരത്തിലേക്ക് കടക്കും. ആ പുലി മീൻ വണ്ടിയുടെ ഒരു കാര്യം പറയാനുണ്ട്. അവർക്ക് രണ്ടു മണിയിൽ എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകാം. മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഇതേ പറയാനുള്ളത്. എന്തായാലും ഇതിലെ കാണാത്ത കളികൾ പലതും കാണേണ്ടി വരും. അയ്യന്തോളം സംഘം അങ്ങനെയാണ് ഇറങ്ങുന്നത്. 51 പേരാ ലക്ഷ്മി. കളിയല്ല. അതും കൊടയൊക്കെ പിടിച്ച്, ട്രാൻസ്പെറന്റ് കൊടയൊക്കെ പിടിച്ചിട്ട് വളരെ പ്രത്യേകതകളുള്ള ചുവടുകളൊക്കെ ആയിട്ട് വരികയാണ് അല്ലേ? പല ടൈപ്പ് പുലി. കഴിഞ്ഞ തവണ അവരില്ല. കരിമ്പുലി. കഴിഞ്ഞ തവണ അവരില്ല. ഉള്ളിപ്പുലി. ഏത് പുലിനെ ഇഷ്ടം? പുലിയില് രാജാവ് ഏതാറിയോ? ചീറ്റയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. കുറെ ചേട്ടന്മാരൊക്കെ ഇവരെല്ലാവരും സമ്മാനം വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അതെ, കഴിഞ്ഞ തവണ അയ്യന്തോളുകാരില്ലാത്തത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അതിന്റെ കുറവ് തീർത്താണ് ഇറങ്ങുന്നത്. പുലിയെ വരവേൽക്കാനായി നിൽക്കുന്ന മനുഷ്യരുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആ ദൃശ്യങ്ങളാണ് കാണേണ്ടത്. ആളുകൾ ഇങ്ങനെ കാത്തിരിക്കണ പുലി ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞ് ചേച്ചിയും ചേട്ടനൊക്കെ കുറെ നേരം ചേട്ടൻ കുഞ്ഞു കൊച്ചൊക്കെയായിട്ട് കാത്തിരിക്കണം. ചേട്ടാ കുറെ നേരം കാത്തിരിക്കണേ. നമ്മുടെ നാടല്ലേ, നമ്മുടെ ആഘോഷല്ലേ, പിന്നെ പൊരിക്കണ്ട നമുക്ക്. ആര് തവണ പ്രൈസ് അടിക്കും? തീപ്പട്ടിക്കോലെ സഹിൻ പോയി, കയ്യിന്ന് പോയി. 9 ടീമിനെ വൈസ് പ്രൈസ് കിട്ടട്ടെ. പോരെ, നടപടിയാണ് കാര്യമല്ല. ഈ ചേട്ടന്മാരോടൊക്കെ ചോദിക്കാമല്ലോ. ചേട്ടാ ആരായിരിക്കും സമ്മാനം അടിക്കാൻ പോണേ? ആരായിരിക്കും സമ്മാനം അടിക്കാൻ പോണേ? അയ്യന്തോള്. ഓരോ ടീം എടുത്ത് അവിടെയൊക്കെ ചേച്ചിമാരൊക്കെ ചേച്ചിമാരോടൊക്കെ കാര്യങ്ങളൊക്കെ ചാച്ചെന്ന് വിളിക്കണം ചേട്ടൻ. ലക്ഷ്മി അവിടെ ചോദിക്കും, ചേട്ടനോട് ചോദിക്കും, ചേട്ടാ ആരായിരിക്കും സമ്മാനം അടിക്കാൻ പോണേ? അയ്യന്തോള്. കേട്ടാ, ആദ്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അയ്യന്തോളന്ന്. പിന്നെ ഞങ്ങൾ പറഞ്ഞേക്കും ചേച്ചി ആരായിരിക്കും സമ്മാനം ആരൊക്കെയായിരിക്കും ഏറ്റവും നല്ല അലക്കി പറ. എടാ മക്കളെ, എടാ മക്കളെ ആരടിക്കുള്ളൂ സമ്മാനം? അയ്യന്തോളൂ. പിന്നെ പിള്ളേർക്ക് കാര്യങ്ങൾ അറിയാതെ ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊന്നും നിസ്സാര കളിയല്ല. 51 പുലി, അതിലൊരു സിംഹവും. 51 പുലിയും അതിലൊരു സിംഹവും, കരിമ്പുലി. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയേക്കണ ജയിപ്പിക്കാൻ തന്നെ അയ്യന്തോളണം. ജയിപ്പിച്ചടങ്ങുള്ളെന്ന് പറഞ്ഞാ ചേട്ടൻ കുറെ നേരം. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പറാ. ഇപ്രാവശ്യം കൊടുക്കില്ല എന്നാണ് പറയണേ. ചേച്ചി എങ്ങനെയുണ്ട്? ഇതിനെ കണ്ട എല്ലാ വർഷവും വന്ന് കാണാറുണ്ടോ? തിരുവനന്തപുരത്ത് നിന്ന് ലക്ഷ്മി. തിരുവനന്തപുരത്ത് പുലികൾ കാണാനായിട്ട് വന്നിരിക്കണം. തിരുവനന്തപുരത്ത് എവിടെയാ? പുലികൾ കാണാനായിട്ട് വന്നതല്ലേ? കേരളത്തിലെ കിഴക്കേക്കോട്ടല്ല, തിരുവനന്തപുരത്താണ്. അപ്പോ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ളവർ, നേരത്തെ നമ്മൾ കണ്ണൂരുകാരെ കണ്ടു. ഇങ്ങനെ പുലികളി കാണാനായിട്ട് ഒരുപാട് പേരാണ് ഇവിടെ. നമ്മുടെ പുലി പ്രവേശിക്കാൻ പോണേണ്. 51 പുലി ഇപ്പൊ തന്നെ പ്രവേശിക്കും. പിന്നിലെ ഒരു രക്ഷമില്ല. വലിയ കണ്ട കളിയൊന്നുമല്ല. കരിമ്പുലി ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്നത്, മുന്നിൽ നിന്ന് നയിക്കുന്ന കരിമ്പുലി. ആ സ്റ്റെപ്പ് നോക്ക് ലക്ഷ്മി ഇട്ട അതേ സ്റ്റെപ്പ് തന്നെ, ഒരു മാറ്റമില്ല. ആ പുലിയെ കണ്ടാൽ തന്നെ എന്തൊരു ചന്തമല്ലേ ആ കരിമ്പുലിയെ. തൊറ്റ പുറകിൽ വെള്ളപ്പുലി, പുലിയല്ല വെള്ളപ്പുലി. എത്ര വർണ്ണിച്ചിട്ടും സത്യത്തിൽ നമുക്ക് മതിയാകുന്നില്ല ബിനിൽ. തൊട്ടുപുറകെ വീണ്ടും ഒരു വെള്ളപ്പുലി, അതിന് പുറകിൽ സിംഹം. ആ ലൈനപ്പ് ഒന്ന് നോക്കും. ഇത് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇമാതിരി ലൈനപ്പ്? നിസ്സാര കളിയല്ല, കണ്ടിരിക്കും. അപ്പോ ആ ലൈനപ്പ് ഈ ഒരു ദേശത്തുണ്ടോ എന്ന്